Hi my dear students, these problems related with underwriters calculation of underwriters liability include with firm underwriting. Question: La Limited issued 6,000 shares of rupees 10 each at a premium of rupees 2 per share. The entire issue was underwritten by A, B, C as follows: A 3,000 shares including firm underwriting 500 shares, B 2,000 shares including firm underwriting 300 shares, C 1,000 shares including firm underwriting 200 shares. Applications were received for 5,400 shares. The following being the marked forms including firm underwriting: A 1,800 shares, B 1,000 shares and C 800 shares. The amount on the shares were payable as rupees 3 on application, rupees 6 including premium on allotment and balance on call. The company made all the calls and all the allottees including underwriters paid the money. Calculate underwriters liability and commission. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ റിസീവ്ഡ് 5,400 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടുന്നു. അതിനകത്ത് മാർക്ക് ഫോംസിനകത്ത് ഇൻക്ലൂഡിങ് ഫേം അണ്ടർറൈറ്റിംഗ് ആണ്. അപ്പോൾ ഇൻക്ലൂഡിങ് ഫേം അണ്ടർറൈറ്റിങ്ങും എക്സ്ക്ലൂഡിങ് ഫേം അണ്ടർറൈറ്റിങ്ങും അത് രണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇൻക്ലൂഡിങ് ഫേം അണ്ടർറൈറ്റിംഗ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ 5 കോളംസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് അണ്ടർറൈറ്റേഴ്സിൻ്റെ നമ്പർ അനുസരിച്ച് നമ്മുടെ കോളത്തിന് ചേഞ്ച് വരുന്നു. ഇവിടെ നമുക്ക് 3 അണ്ടർറൈറ്റേഴ്സ് ആണുള്ളത്, എ, ബി ആൻഡ് സി. അതുകൊണ്ട് നമ്പർ ഓഫ് ഷെയർസിൻ്റെ കോളത്തിൽ 3 പേര് വേണം, എ, ബി ആൻഡ് സി. ദെൻ ടോട്ടൽ കോളം വേണം, പർട്ടിക്കുലേഴ്സ് കോളം വേണം. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗ്രോസ് ലൈബിലിറ്റി നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. 6,000 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അത് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് 3,000, 2,000 ആൻഡ് 1,000. അതുകൊണ്ട് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആയിരിക്കും റേഷ്യോ. ലെസ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. നമ്മൾ സാധാരണ മാർക്ക്ഡ് ആപ്ലിക്കേഷനാണ് ചെയ്യുന്നതെങ്കിലും ഫേം അണ്ടർറൈറ്റിംഗ് വരുന്ന പ്രോബ്ലത്തിൽ ഫസ്റ്റിൽ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഡിഡക്റ്റ് ചെയ്യണം. അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഇനി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ആപ്ലിക്കേഷൻ റിസീവ്ഡ് മൈനസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. ഈ പ്രോബ്ലത്തിൽ ടോട്ടൽ ആപ്ലിക്കേഷൻ റിസീവ്ഡ് 5,400 ആണ്. അത് മൈനസ് 1,800 പ്ലസ് 1,000 പ്ലസ് 800, ദാറ്റ് ഈസ് 1,800. ദിസ് ഈസ് ടു ബി ഷെയർഡ് in the ratio of 3:2:1. അപ്പോൾ എയ്ക്ക് 900, ബി 600 ആൻഡ് സി 300. Then find out the balance. Then less marked application including firm underwriting. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3,600, അതായത് 1,800, 1,000 ആൻഡ് 800. Then also find out balance. Then credit. ഇവിടെ സിക്ക് മൈനസ് ആണ് വന്നത്, അതായത് ക്രെഡിറ്റ് ആണ്, സർപ്ലസ് ആണ് സിക്ക് വന്നത്. അതുകൊണ്ട് ആ വന്നത് മറ്റ് 2 പേര്, അതായത് എയും ബിയും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ക്രെഡിറ്റ് ഓഫ് സീസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ടു എ ആൻഡ് ബി ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അപ്പോൾ 100നെ 3:2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്ക് 60 ആൻഡ് ബിക്ക് 40. അപ്പോൾ നമുക്ക് നെറ്റ് ലൈബിലിറ്റി 240, 360 അങ്ങനെ കിട്ടി. അതിൻ്റെ കൂടെ ആർട്ട് ഫേം അണ്ടർറൈറ്റിംഗ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ആർട്ട് ഫേം അണ്ടർറൈറ്റിംഗ് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് 500, 300 ആൻഡ് 200. ദെൻ ടോട്ടൽ 1,000. ഇനി നമ്മൾ ടോട്ടൽ ലൈബിലിറ്റി കാണുന്നു. ടോട്ടൽ ലൈബിലിറ്റി ആഡ് ചെയ്ത് 1,600, 740, 660 ആൻഡ് 200. ഇനി നമ്മളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, കമ്മീഷനോട് കാൽക്കുലേറ്റ് ചെയ്യാൻ. കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ലോ അനുസരിച്ച് 2.5% ഓഫ് ഗ്രോസ് ലൈബിലിറ്റി. അപ്പം നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും ഗ്രോസ് ലൈബിലിറ്റിയുടെ 2.5% എടുക്കുക. അതിൽ നമുക്ക് ഓരോരുത്തരുടെയും നമുക്കറിയാം, നമ്പർ ഓഫ് ഷെയർസ് അറിയാം. ഗ്രോസ് ലൈബിലിറ്റിയുടെ 3,000 ഇൻറ്റു ഇത് പ്രീമിയത്തിലാണ്, 2 rupees പ്രീമിയത്തിലാണ്. അതുകൊണ്ട് 10 + 2 12 ആണ്. 3,000 × 12 × 2.5 ഡിവൈഡഡ് ബൈ 100, ദറ്റ് ഈസ് 900. ഇവിടെ വരുമ്പോൾ നമ്പർ ഓഫ് ഷെയർസിൻ്റെ അല്ല എടുക്കേണ്ടത്, ടോട്ടൽ വാല്യൂവിൻ്റെയാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇൻറ്റു 12 എടുത്തത്. ബി വരുമ്പോൾ 2,000 × 12 × 2.5 ഡിവൈഡഡ് ബൈ 100, ദറ്റ് ഈസ് 600. ദെൻ സി 1,000 × 12 × 2.5 ഡിവൈഡഡ് ബൈ 100, ദറ്റ് ഈസ് rupees 300. ഇത്രയുമാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി ഇതേപോലത്തെ ഫേം അണ്ടർറൈറ്റിംഗുള്ള വേറൊരു പ്രോബ്ലം നോക്കാം. നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 പറഞ്ഞിരിക്കുന്നത് ബജാജ് ലിമിറ്റഡ് ഹാസ് എൻ ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് rupees 25 lakhs divided into 1 lakh equity shares of rupees 25 each. Company issued for subscription 25,000 shares at a premium of 10 each. Entire issue was underwritten as follows: A 15,000, firm underwriting 2,500 shares, B 7,500, firm underwriting 1,000 shares,
C 2500 firm underwriting 500 shares. Out of the total issue, 22,500 shares including firm underwriting were subscribed. The following were the marked forms: A 8,000 shares, B 5,000 shares and C 2,000 shares. Calculate the liability of underwriters. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യുന്ന അണ്ടർറൈറ്റേഴ്സിൻ്റെ ലയബിലിറ്റി മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ആദ്യം ഗ്രോസ് ലയബിലിറ്റി എഴുതുന്നു. ഗ്രോസ് ലയബിലിറ്റി ടോട്ടൽ 25,000, എയ്ക്കും ബിക്കും സിക്കും 15,000, 7,500 ആൻഡ് 2,500. ലെസ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 6:3:1. അതായത് 15,000 7,500 2,500. ദാറ്റ് ഈസ് അത് ചെറുതാക്കുമ്പോൾ 6:3:1. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ടോട്ടൽ ഷെയർസ് റിസീവ്ഡ് മൈനസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് 22,500 മൈനസ് 8,000 പ്ലസ് 5,000 പ്ലസ് 2,000. ദാറ്റ് ഈസ് 7,500. ഡിവൈഡ് ചെയ്യുമ്പോൾ 4,500, 2,250 ആൻഡ് 750. ദെൻ ഫൈൻഡ് ഔട്ട് ദ ബാലൻസ്. ദെൻ ഡിഡക്റ്റഡ് ദിസ് ബാലൻസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ 15,000 ടോട്ടൽ, 8,000, 5,000 ആൻഡ് 2,000 മൂന്ന് പേർക്കും. ഇനി അതിൻ്റെയും ബാലൻസ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് വീണ്ടും അവർക്ക് സിക്ക് വന്നപ്പോഴത്തേക്ക് ഒരു 250 മൈനസ് ആണ്, അതായത് സർപ്ലസ് ആണ് വന്നത്. ആ 250 വിൽ ബി ട്രാൻസ്ഫേർഡ് ടു എ ആൻഡ് ബി ഇൻ ദ റേഷ്യോ ഓഫ് 6:3, ദാറ്റ് ഈസ് 2:1. അങ്ങനെ വരുമ്പോൾ എക്ക് 167 ആൻഡ് ബിക്ക് 83. വീണ്ടും നമ്മൾ ബാലൻസ് കണ്ടു. അതിൻ്റെ കൂടെ ആഡ് ഫേം അണ്ടർറൈറ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ ഫേം അണ്ടർറൈറ്റിംഗ് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫേം അണ്ടർറൈറ്റിംഗ് ആഡ് ചെയ്യണം. ദറ്റ് ഈസ് 4,000 ഡിവൈഡ് ചെയ്യുമ്പോൾ 2,500, 1,000 ആൻഡ് 500. ദെൻ ടോട്ടൽ ലയബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ടോട്ടൽ 6,500. ഓരോരുത്തർക്കും എക്ക് 4,833, ബിക്ക് 1,167 ആൻഡ് സിക്ക് 500. ഇത്രയുമാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. ഇനി അടുത്ത നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11 ഫേം അണ്ടർറൈറ്റിംഗ് ഉള്ളതാണ്. അത് നോക്കുക. രാജഹംസം ലിമിറ്റഡ് ഇഷ്യൂ 10,000 shares of ₹100 each at a premium of ₹20 per share. The entire issue was underwritten as follows: A 5,000 shares, firm underwriting 1,000 shares, B 3,000 shares, firm underwriting 500 shares, and C 2,000 shares, firm underwriting 500 shares. The total applications including firm underwriting were for 9,000 shares. The following were marked application: A 3,500 shares, B 1,400 shares and C 1,600 shares. ഇവിടെയും നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് നെറ്റ് ലയബിലിറ്റി ഓഫ് അണ്ടർറൈറ്റേഴ്സ്. ഇവിടെയും നെറ്റ് ലയബിലിറ്റി മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെയും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ എല്ലാ കണക്കിലും പോലെ തന്നെ ആദ്യം നമ്മൾ ഗ്രോസ് ലയബിലിറ്റി എഴുതുന്നു. ഗ്രോസ് ലയബിലിറ്റി 10,000 ടോട്ടൽ. അത് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് 5,000, 3,000 ആൻഡ് 2,000. അതുകൊണ്ട് അവരുടെ റേഷ്യോ 5:3:2. Then less unmarked application. Total application received minus marked application, that is 9,000 minus 3,500 plus 1,400 plus 1,600, that is 2,500. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നത് എക്ക് 1,250, ബിക്ക് 750 ആൻഡ് സി 500. ദെൻ ഫൈൻഡ് ഔട്ട് ബാലൻസ്. അതിൽ നിന്നും മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഡിഡക്റ്റ് ചെയ്യുന്നു. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് 6,500. ഓരോരുത്തരുടെയും 3,500, 1,400 ആൻഡ് 1,600. ദെൻ ഫൈൻഡ് ഔട്ട് ബാലൻസ്. വീണ്ടും അവിടെ സിക്ക് സർപ്ലസ് ആണ് വന്നത് 100. ദിസ് ഷുഡ് ബി ഷെയർഡ് ബൈ എ ആൻഡ് ബി ഇൻ ദ റേഷ്യോ 5:3. ദാറ്റ് ഈസ് 63 ആൻഡ് 37. വീണ്ടും അതിൻ്റെ ബാലൻസ് കണ്ടു. അതിൻ്റെ കൂടെ ഫേം അണ്ടർറൈറ്റിംഗ് ആഡ് ചെയ്തു. ഫേം അണ്ടർറൈറ്റിംഗ് തന്നിട്ടുണ്ട് 1,500 ആൻഡ് 500. ടോട്ടൽ 2,000. ദെൻ അത് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് 3,000, 1,187, 1,313 ആൻഡ് 500. ഓക്കെ.